ചൂട് ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണല്ലേ. ഈ ഒരു ചൂടിന് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ 200 ഗ്രാം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷമാണ് 200 ഗ്രാം. അതിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല, ഏകദേശം അരക്കപ്പോളം ഒഴിച്ചു കൊടുത്ത് ആദ്യം നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് വരാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പാണ് ഞാനിവിടെ ചേർത്തത്. ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കസ്റ്റേർഡ് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കസ്റ്റേർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം 1/4 കപ്പ് പാൽപ്പൊടി ചേർത്താലും മതിയാകും. ഇത് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു വലിയ പാനിലേക്ക് ഞാനിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ആവശ്യമായിട്ടുണ്ട്. ടോട്ടലായിട്ട് 2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഗർ അഗർ പൗഡറാണ്. ഞാനിവിടെ അഗർ അഗർ പൗഡർ 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പൗഡറിന് പകരം ചൈന ഗ്രാസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 7 ഗ്രാമോളൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. 1.5 ടീസ്പൂൺ അഗർ അഗർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന രീതിക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കസ്റ്റേർഡ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ചെറുതായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി. ഇതുപോലെ ചെറുതായിട്ട് കട്ടിയായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ ബാക്കിയുള്ള കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ക്യാരറ്റും അതുപോലെ തന്നെ കസ്റ്റേർഡ് പൗഡറും ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നോളും. ഏകദേശം ഒരു 10 മിനിറ്റ് നേരമാണ് ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് ചെറുതായിട്ട് തിളച്ച് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം കുറുകി വന്നിട്ടുമുണ്ട്. ഇത് ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിനാകുന്നത് വരെ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. കുക്കിംഗ് ടൈം ഏകദേശം 10 മിനിറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഈ ഒരു പാകത്തിനാകുന്നത് വരെ മാത്രം ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം നല്ലപോലെ തന്നെ നെയ്യ് തടവിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്വയർ ടിന്നിലാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ലപോലെ തന്നെ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് ഞാനിത് ഗ്യാസിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരിളം ചൂടുണ്ടാകുമ്പോൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഈ ഒരു പാകത്തിന് മാത്രം മതി, ഒരുപാട് കട്ടിയാക്കി എടുക്കണ്ട. അപ്പോൾ ഇതിനി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് വേണ്ടത്. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ തന്നെ ചൂടാറി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 1 മണിക്കൂർ നേരമൊക്കെ മാത്രമേ ഫ്രിഡ്ജിൽ വെക്കുന്നുള്ളൂ. ഇതിപ്പോൾ തന്നെ നല്ല സെറ്റായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലാതെയും ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ രുചി കൂടും, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ 1 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. ഫ്രീസറിലൊന്നും വെക്കേണ്ട, സാധാരണ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അരികുകളൊക്കെ ഒന്ന് കത്തി ഉപയോഗിച്ച് ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ നെയ്യൊക്കെ തടവിയത് കൊണ്ട് തന്നെ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാരറ്റ് ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാകുക. അത് നിങ്ങൾക്കിപ്പോൾ മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. വായിലിട്ടാൽ ശരിക്കും പറഞ്ഞാൽ അലിഞ്ഞിറങ്ങും. ക്യാരറ്റിൻ്റെ രുചി നല്ലപോലെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 3/4 കപ്പോളൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്.
കണ്ടില്ലേ, നല്ല ജെല്ലി പോലത്തെ നമ്മളുടെ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് ഈ ഒരു സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയതാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.